ഈ വീഡിയോയിൽ നമ്മൾ പുടിൻ ചൈനയിൽ നിന്നും റഷ്യയിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. പുടിൻ്റെ 4 ദിവസത്തെ വിസിറ്റ് പൂർത്തിയായി മടങ്ങുകയാണ്. അപ്പോൾ അതിൽ ലാസ്റ്റ് ഒരു പത്രസമ്മേളനം നടത്തിയ സമയത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ത്യക്ക് വേണ്ടി തന്നെയാണ് സ്പെഷ്യലായിട്ട് അവർ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. ഒരു രാജ്യവും ഒരു രാജ്യത്തിനെ പനിഷ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയിലേക്ക് ഇറങ്ങാൻ പാടില്ല വിത്തൗട്ട് എനി റീസൺ. അതാണ് പറഞ്ഞു വെച്ചത്. കാരണം അമേരിക്ക ഇപ്പോഴും ഈ ഒരു കൊളോണിയൽ മൈൻഡ് സെറ്റിൽ ഇന്ത്യയെ പനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് എന്തിനാണ്? ഏതാണ്ട് 200-250 വർഷത്തോളം ബ്രിട്ടീഷ് കൊളോണിയലിൻ്റെ കീഴിൽ കഴിഞ്ഞിരുന്ന രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യം ഡെവലപ്മെൻറ്റിലേക്ക് മുന്നോട്ട് വരുമ്പോഴത്തേക്കും അതിനെ ഒരു തുറന്ന മനസ്സോടുകൂടി അംഗീകരിക്കാൻ പാകപ്പെടണം. അതിന് പകരം പനിഷ്മെന്റ് എന്നുള്ള രീതിയിലുള്ള താരിഫൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു ക്ലിയർ കട്ട് കൊളോണിയൽ മൈൻഡ് സെറ്റ് ആണ് എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് പുടിൻ പറഞ്ഞു വെച്ചത്. അടിവരായിട്ട് പറഞ്ഞിട്ട് പോയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് തന്നെ ഒരു തിരിച്ചറിവ് വരുന്ന ഒരു രീതിയിലാണ് പുടിൻ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വെച്ചത്. കാരണം ഈ അമേരിക്ക ആരാണ് ഇന്ത്യ പനിഷ് ചെയ്യാൻ? അവർക്ക് അവരുടെ രാജ്യത്തിൽ താരിഫ് ആണെങ്കിൽ താരിഫ് ഇടണം. അതിന് ഇന്ത്യ പോയിന്റ് ഔട്ടിന്റെ കാര്യമില്ല. അവർക്ക് താരിഫ് ഇടാം, ന്യായമായിട്ടുള്ള കാര്യങ്ങൾക്ക് താരിഫ് ഇടാം. അവരുടെ രാജ്യത്തിന്റെ ഇൻസൈഡ് പ്രൊഡക്ഷൻ ഉള്ള സാധനങ്ങൾ വെളിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുമ്പോഴത്തേക്കും അവരുടെ രാജ്യത്തിന്റെ ഉള്ളിലുള്ള കർഷകർ അല്ലെങ്കിൽ അവിടുത്തെ മാനുഫാക്ചറർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു താരിഫ് ഇട്ടിട്ട് ആ സാധനം മാറ്റി നിർത്തിക്കോളൂ. അത് എല്ലാ രാജ്യങ്ങളും ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ്. ആ രീതിയിൽ വേണം കാര്യങ്ങൾ മുന്നോട്ട് കാണാൻ. അല്ലാതെ കാർഡടച്ച് വെടിവെക്കുന്ന പോലെ എല്ലാ സാധനങ്ങൾക്കും 25%, എല്ലാ സാധനങ്ങൾക്കും 50% എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലും 25% എന്താണ്? പനിഷ്മെന്റ് താരിഫ്. ഇതൊക്കെ ലോകത്ത് ആദ്യമായിട്ടായിരിക്കും നടപ്പിലാക്കുന്നത്, പനിഷ്മെന്റ് താരിഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ ഈ രീതിയിലുള്ള അൺസിവിലൈസ്ഡ് മാനറിലുള്ള കാര്യങ്ങളൊന്നും ഈ പുതിയതായിട്ടുള്ള ഈ മോഡേൺ ലോകത്തേക്ക് കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കണം. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ആര് ചെയ്താലും ഇതിനെയൊക്കെ നമ്മൾ കാടൻ നിയമങ്ങളെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നീ താരിഫ് ഇട്ടോ 50%, 100%, അതിനൊരു ടെർമിനോളജി നീ കൊടുക്കുന്നുണ്ടല്ലോ, പനിഷ്മെന്റ് താരിഫ്. എന്താണത്? നമ്മൾ അടിമകളാ. ഈ കൊളോണിയൽ മൈൻഡ് സെറ്റിന്റെ ഇതേ എക്സാമ്പിൾ നമ്മൾ ഒരു 4 ദിവസത്തിന് മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതേ സെയിം സ്റ്റേറ്റ്മെന്റ് ആണ് പുടിൻ ഇന്ന് പറഞ്ഞു വെച്ചത്. അതായത് ഇത് ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏതാണ്ട് 25 വർഷത്തോളം അമേരിക്ക ഒരു സോവിയറ്റ് ചേരിയിൽ നിന്നിരുന്ന ഇന്ത്യ എന്നൊരു മഹാരാജ്യത്തിനെ, അത്രമാത്രം പോപ്പുലേഷൻ ഉണ്ട്, ആ രീതിയിലുള്ള വലിയ രാജ്യത്തിനെ പതിയെ വലിച്ച് അമേരിക്കൻ ചേരിയിലേക്ക് അടുപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം അമേരിക്കൻ ഡിപ്ലോമാറ്റ്സ് ചെയ്തിരുന്നത്. അതിനെയൊക്കെ ഒരു നിമിഷം കൊണ്ട് തവിട് പൊടിയാക്കി കളഞ്ഞ ഒരു പ്രവൃത്തിയാണ് ട്രംപ് ചെയ്തത്. ഇന്ത്യക്ക് മേളിൽ ഒരു കാരണം വെച്ചാലും താരിഫ് ഇടാൻ പാടില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ പല അനലിസ്റ്റുകളും പറയുന്ന അഭിപ്രായം. അപ്പം എന്തായാലും പുടിൻ ശരിക്കും ചൈനയിലാണെങ്കിലും അവിടെ റഷ്യ ഉക്രൈൻ തമ്മിൽ കനത്ത ആക്രമണം വീണ്ടും നടക്കുകയാണ്. ശരിക്കും കീവ് ഏരിയ ടാർഗറ്റ് ചെയ്താണ് റഷ്യ ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തിയിരുന്നത്. കഴിഞ്ഞ 4-5 ദിവസങ്ങളായിട്ട് ഉക്രൈൻ നല്ല രീതിയിൽ റിറ്റാലിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ 10 ദിവസമായിട്ട് ഉക്രൈൻ, അതുപോലെ തന്നെ അമേരിക്കയുടെ സപ്പോർട്ടോടുകൂടി, അമേരിക്കയുടെ കുറച്ച് ആയുധങ്ങളൊക്കെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് അവിടെ, അമേരിക്കയുടെ സപ്പോർട്ടോടുകൂടി, UK പിൻബലത്തോടുകൂടി, നാറ്റോയുടെ സപ്പോർട്ടോടുകൂടി ക്രൈമിയ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയ്ക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ക്രൈമിയ ആ ഒരു ബ്രിഡ്ജും ആ ഏരിയയൊക്കെ ടാർഗറ്റ് ചെയ്തുള്ള അറ്റാക്കുകൾ നടക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോഴും വളരെ ശക്തമായിട്ടുള്ള ആക്രമണം ഉക്രൈൻ ഈ ക്രൈമിയയ്ക്ക് വേണ്ടി നടത്തുന്നുണ്ട്. കാരണം അതൊരു നിർണായക നെഗോസിയേഷൻ പോയിന്റ് ആയിട്ട് ഉക്രൈൻ നോക്കി കാണുന്നുണ്ട്. കാരണം ഈ ക്രൈമിയയെ ഒന്ന് ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റഷ്യയിൽ നിന്നും ഒരു പാലത്തിലൂടെയാണ് ഒരു കണക്ഷൻ ഉള്ളത്. അപ്പോൾ ആ പാലം തകർത്ത് ക്രൈമിയയെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ മറ്റുള്ള 4 പ്രൊവിൻസുകൾക്ക് വേണ്ടിയിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഉക്രൈൻ ശക്തമായി വിശ്വസിക്കുന്നത്. ക്രൈമിയ 2014 റഷ്യ അതിനെ ഒക്കുപൈ ചെയ്യുന്നത്. അപ്പോൾ അതേസമയം ഇപ്പം നിലവിൽ പിടിച്ചു വെച്ചിരിക്കുന്ന 4 പ്രൊവിൻസുകൾ, ഈ 4 പ്രൊവിൻസുകളെയും അവർക്ക് നെഗോഷിയേറ്റ് ചെയ്ത് റഷ്യയുടെ കയ്യിൽ നിന്നും എടുക്കാം സുഖമായിട്ട്. ക്രൈമിയ ഞങ്ങൾ നിങ്ങൾക്ക് തരാം, എന്നാൽ നിങ്ങൾ ഈ 4 പ്രൊവിൻസുകളും വിട്ടുപോകും എന്ന് പറഞ്ഞ് നെഗോഷിയേറ്റ് ചെയ്യാം. ആ പൊസിഷനിലേക്ക് എത്താനാണ് ശ്രമിക്കുന്നത്. പക്ഷേ അത് അത്ര ഈസി അല്ല, അത്ര എളുപ്പമല്ല. റഷ്യ നല്ല രീതിയിൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ തിരിച്ചടി തുടങ്ങിയിട്ടുണ്ട്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എൻ്റെ കോൺഫിഡൻസ് നശിപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ പുടിൻ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും തന്നെ മുന്നോട്ട് സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ഒരു രീതിയിലും സംസാരിച്ചതുപോലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങുന്നതായിട്ട് കാണാൻ കഴിയുന്നില്ല എന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. ഐ നെവർ എക്സ്പെക്ടഡ് ദിസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാലും തീർച്ചയായിട്ടും ഞാൻ പുടിനെ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പുടിൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്, ഇത് ജോ ബൈഡൻ തുടങ്ങി വെച്ച യുദ്ധമാണ്. ഇത് ശരിക്കും മോഡീസ് വാർ എന്നൊക്കെയാണ് അമേരിക്ക ഇതിനെ വിശേഷിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഇതിനകത്ത് അവർ തന്നെ ചിന്തിച്ച് നോക്കേണ്ട വിഷയമാണ്. ഈ യുദ്ധം തുടങ്ങിയത് ജോ ബൈഡൻ ആണ് എന്നുള്ള രീതിയിൽ വളരെ വ്യക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പുടിൻ പറഞ്ഞു വെച്ചത്. ഇന്ത്യക്ക് മേലുള്ള താരിഫുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നായിരുന്നു. അപ്പോൾ അതിന് പുള്ളി പ്രതികരിച്ചത്, ഇന്ത്യക്ക് മേളിൽ ഇനി ഞങ്ങൾ താരിഫ് ഒന്നും വിടുന്നില്ല, ഞങ്ങൾ നെഗോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ് എന്നുള്ളൊരു പോസിറ്റീവ് റെസ്പോൺസ് ആണ് ട്രംപ് തന്നത്. പക്ഷേ അതേസമയം ഹാർലി ഡേവിഡ്സൺ 200% താരിഫ് ഇടുന്നുണ്ട് ഇന്ത്യ, ഇങ്ങനെയുള്ള ചില വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കേണ്ടായി. അതായത് അമേരിക്കൻ പ്രോഡക്റ്റിന് ഏറ്റവും കൂടുതൽ ഇന്ത്യ താരിഫ് വിധിക്കുന്നു എന്നുള്ളതാണ് പരാതി. അപ്പോൾ അത് എത്രയും വേഗം ഒന്ന് നെഗോഷിയേറ്റ് ചെയ്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടത്തി കാര്യങ്ങൾക്കൊക്കെ ഒരു ഒത്തുതീർപ്പാക്കി കഴിഞ്ഞാൽ ഈ താരിഫ് വിഷയത്തിൽ ഒരു നെഗോസിയേഷൻ ആവാം എന്നാണ് ഇപ്പോൾ അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പത്തി മടക്കി, അതാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ബാക്ക് ടു ബൈലേറ്ററൽ നെഗോസിയേഷൻ, അതിലേക്ക് തന്നെ പോവുകയാണ്.
ട്രംപ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് നിലം പൊത്തുന്ന അവസ്ഥയാണ് ഉണ്ടായത്. തുടരെ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വൻ വീഴ്ചകളാണ്. പ്രത്യേകിച്ചും ഒരു റഷ്യ ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നെഗോസിയേഷൻ പീസ് ഡീലൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്ന സമയത്ത് റഷ്യക്കെതിരെ നടത്തിയ സ്റ്റേറ്റ്മെന്റ് അത് ശരിക്കും പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിന് ചെറിയൊരു ബാക്ക് ഫയർ, അത് ശരിക്കും ഇൻവെസ്റ്റേഴ്സിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അലാസ്ക സമ്മിറ്റ് ഒരു പ്രഹസനമായി മാറിത്തീരുന്ന ഒരു സാഹചര്യം. ഇൻവെസ്റ്റേഴ്സ് അത്രമാത്രം കോൺഫിഡന്റ് അല്ല അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതുകൊണ്ട് അമേരിക്കയിലെ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുന്ന രംഗമാണ് നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞത്. പിന്നെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ വെനിസ്വലയിൽ നിന്ന് ഒരു ബോട്ടിൽ ഒരു 11 പേര് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു ബോട്ടിന്റെ മേളിൽ അമേരിക്ക ഒരു ആക്രമണം നടത്തി. ആ 11 പേരും കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഞാൻ വെനിസ്വലയുടെ കാര്യം 2 ദിവസം മുമ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ശരിക്കും ഈ ഒരു മരുന്ന് കടത്ത് മാഫിയയുമായിട്ട് ബന്ധപ്പെട്ടാണ് അമേരിക്ക ആരോപണം ഉന്നയിച്ച് വെനിസ്വലയുടെ മേളിൽ ഈ ഒരു ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും വെനിസ്വലയെ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇത് ഗയാന നടത്തിയ ആക്രമണമാണെന്ന് വരെ വരുത്തി തീർക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. കാരണം അങ്ങനെയാണെങ്കിൽ ഗയാനയും വെനിസ്വലയും തമ്മിൽ അടിച്ചോളും. ഗയാനയ്ക്ക് ആയുധം മാത്രം സപ്ലൈ ചെയ്താൽ മതി, പൈസ വരെ ഉണ്ടാക്കാമല്ലോ. പക്ഷേ അമേരിക്കയ്ക്ക് വേണ്ട യുദ്ധമാണ്, പക്ഷേ ഗയാനയെ വെച്ച് നടത്തും. അമേരിക്കയ്ക്ക് വേണ്ട യുദ്ധമാണ്, യുക്രൈനെ വെച്ച് നടത്തും. ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ പല കുത്തിത്തിരിപ്പുകൾക്കും ഇപ്പം വഴിയൊരുങ്ങുന്നുണ്ട്. വെനിസ്വല ഭാഗത്ത് അസർബൈജാനിലെ അലിയവും പുടിനും തമ്മിൽ ഹാൻഡ് ഷേക്ക്. അത് പുടിൻ ജസ്റ്റ് ഡോർ തുറന്ന് കയറി വരുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് നിൽക്കുന്നത് അലിയുവാണ്, അസർബൈജാന്റെ പ്രസിഡന്റ്. അപ്പോൾ ജസ്റ്റ് ഹാൻഡ് ഷേക്ക് ചെയ്യുന്നേ ഉള്ളൂ. ഇവർ തമ്മിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ ഹാൻഡ് ഷേക്ക് കൊടുത്തത് കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിച്ചെന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ ഒരു പൊതുസ്ഥലത്ത് വരുമ്പോഴത്തേക്കും കാണിക്കുന്ന ചില മാനേഴ്സുകളാണ്. അപ്പോൾ ആ മാനേഴ്സിന്റെ ഭാഗമായിട്ടാണ് ഒരു ഹാൻഡ് ഷേക്ക് കൊടുത്തത്. അതിലുപരിയായിട്ട് ഫർദർ കൂടുതൽ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആലിയു ഏറ്റവും കൂടുതൽ ചർച്ച നടത്തിയത് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്ക്യാനുമായിട്ടാണ് ഏറ്റവും കൂടുതൽ നേരം സ്പെൻഡ് ചെയ്തതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് SCO സബ്മിറ്റ് വന്നിരുന്ന സമയത്ത്. അതുപോലെ ഇന്ത്യ അസർബൈജാനെ വീറ്റോ ചെയ്തല്ലോ. ഇന്ത്യ അസർബൈജാനെ വീറ്റോ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് അസർബൈജാന്റെ ലീഡർ ആലിയു ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പഹൽഗാം ആക്രമണത്തിനെ തുടർന്ന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ അസർബൈജാൻ പാകിസ്ഥാനെ പിന്തുണച്ചിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അത് തീർച്ചയായിട്ടും അതൊരു ഫാക്ട് തന്നെയാണ്. ആ ഒരു ഫാക്ട് ഇന്ത്യ വളരെ വ്യക്തമായിട്ട് മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ വീറ്റോ ചെയ്തത്. അതിനിപ്പം ആലിയു പരാതി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ അസർബൈജാന്റെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന അർമേനിയ നമ്മളുടെ ഡിഫൻസ് പാർട്ട്ണറാണ്. അത് അർമേനിയയും ഇന്ത്യയും തമ്മിലുള്ള ഒരു സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ട് അസർബൈജാനെ തടഞ്ഞതാണ് എന്ന് വേണമെങ്കിലും നമുക്ക് കരുതാം. അപ്പോൾ ഏത് രീതിയിൽ നോക്കിയാലും അസർബൈജാനെ നമ്മൾ തടയും, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു രസകരമായിട്ടുള്ളൊരു വിഷയം ഞാൻ വായിക്കുകയുണ്ടായി. അത് വേറൊന്നുമല്ല, തുർക്കിക്കും ഇന്ത്യക്കും തമ്മിൽ എന്താണ് പ്രശ്നം? ശരിക്കും തുർക്കിക്കും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നം, ശരിക്കും തുർക്കി പലതവണ ഇന്ത്യക്കെതിരെ പല സ്റ്റേറ്റ്മെന്റുകളൊക്കെ പുറപ്പെടുവിച്ചും പാകിസ്ഥാനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടും കാശ്മീരിലെ ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്ത സമയത്ത് തുർക്കി ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തിയതും, അത് കഴിഞ്ഞിട്ട് തുർക്കിയിലുണ്ടായ ഭൂചലനത്തിന് ഇന്ത്യയിൽ നിന്ന് നമ്മൾ രക്ഷാസേനയെ വിട്ട് ഓപ്പറേഷൻ ദോസ്ത് നടപ്പിലാക്കിയ നാടാണ് ഇന്ത്യ. ആ രാജ്യമായിട്ട് തുർക്കിക്ക് എന്താണ് പ്രശ്നം? യെസ്, തായിബ് എർദോഗൻ ഭയങ്കര മത തീവ്ര നിലപാടുള്ള ആൾ തന്നെയാണ്, മതപരമായിട്ട് ചിന്തിക്കുന്ന ആൾ തന്നെയാണ്, മതത്തിനെ ഒരു പൊളിറ്റിക്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ആൾ തന്നെയാണ്, അതിൽ യാതൊരു മാറ്റമില്ല. പക്ഷേ അതിലുപരിയായിട്ട് രാജ്യ താല്പര്യം എന്നുള്ള നിലയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുർക്കിക്ക് ഒരു ഹെൽപ്പ് ഇന്ത്യ എടുത്ത് വേണം. അത് വളരെ ലോങ് ടൈമായിട്ട് ഇന്ത്യ എടുത്ത് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തുർക്കി. പക്ഷെ ആ ഒരു ഫെസിലിറ്റി ഇന്ത്യ നിരസിച്ചു. അതാണ് തുർക്കിക്ക് കലിപ്പുണ്ടാവാനുള്ള കാരണമാണെന്നാണ് പല പഠനങ്ങൾ തെളിയിക്കുന്നത്. അതെന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തോറിയം ഉണ്ട്. ഈ തോറിയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പീരിയോഡിക് ടേബിളിൽ ഒരു കമ്പോണന്റ് ആണ് തോറിയം. ഞാൻ കാണിക്കാം ആ കമ്പോണന്റ്. അപ്പോൾ ഈ കമ്പോണന്റ് ഇന്ത്യക്കുള്ളിൽ ധാരാളം ഉണ്ട്. ഈ കമ്പോണന്റിനെ കൺവേർട്ട് ചെയ്യാനുള്ള ടെക്നോളജി ഇന്ത്യക്കുള്ളിലുണ്ട്. കൺവേർട്ട് ചെയ്ത് യുറേനിയമായിട്ട് മാറ്റാനുള്ള ടെക്നോളജി ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഈ ടെക്നോളജി തായിബ് എർദോഗന് വേണം. കാരണം തുർക്കിയിലും ഒരുപാട് തോറിയം ഉണ്ട്. അവർക്കും ഇപ്പം നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും തുർക്കി ഒരു ന്യൂക്ലിയർ പവറുള്ള രാജ്യമല്ല. തായിബ് എർദോഗൻ ആദ്യ കാലഘട്ടത്തിൽ ഇന്ത്യയുമായിട്ട് ഇത് തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതായത് തോറിയം ആ ടെക്നോളജി തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ത്യ സഹായിച്ചു കഴിഞ്ഞാൽ തുർക്കിക്ക് ഈ തോറിയം യുറേനിയമായിട്ട് കൺവേർട്ട് ചെയ്ത് അവർ എനർജി നീഡ് എന്നാണ് പറയുന്നത്. അവർക്ക് എനർജി നീഡിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ എനർജി നീഡ് അല്ല ഉദ്ദേശം സ്വന്തമായിട്ട് ആണവായുധം വികസിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഉദ്ദേശം. അതിന് ഇന്ത്യ കൂട്ടു നിൽക്കില്ല എന്നാണ് പറഞ്ഞത്. അവിടെ തൊട്ടേ തെറ്റി. ഇതാണ് തായിബ് എർദോഗനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നം. ഇപ്പോൾ ഒരുവിധം പിക്ചർ ക്ലിയർ ആയല്ലോ. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ തായിബ് എർദോഗൻ സ്വിച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ പാകിസ്ഥാൻ അനുകൂലമായിട്ട് ഇന്ത്യക്കെതിരെ ആരൊക്കെ ഉണ്ടോ അവരുടെയൊക്കെ കൂടെ പോയി നിൽക്കുക എന്നുള്ള ഒരു രീതി തായിബ് എർദോഗൻ ഒരു ജിയോ പൊളിറ്റിക്കൽ അവരുടെ ഒരു ഡിപ്ലോമസി ആയിട്ട് തന്നെ കൊണ്ടു നടക്കുന്നത്. സൊമാലിയയിൽ നിന്നും UN പീസ് കീപ്പിംഗ് മിഷൻ സൊമാലിയയിലുണ്ട്. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ഈ US പീസ് കീപ്പിംഗ് മിഷൻ എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും പല നിർണായകമായിട്ടുള്ള സ്ഥലങ്ങളിൽ ശരിക്കും 2 ട്രൂപ്പുകൾക്കിടയിൽ യുദ്ധം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബഫർ സോണൊക്കെ ആക്കി തീർത്തിട്ട് അവിടെയാണ് ശരിക്കും UN ട്രൂപ്പ് ഉണ്ടാവുക. അപ്പോൾ സൊമാലിയയിലും അങ്ങനെ 2 ടീമുകളുണ്ട്. അപ്പോൾ അങ്ങനെ സൊമാലിയയിൽ നിന്നും ഈ ട്രൂപ്പിനെ പിൻവലിക്കുക എന്നാണ് UN ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പറഞ്ഞാൽ ഫണ്ട് ഷോർട്ടേജ്.
അമേരിക്ക UN ഈ ഫണ്ടിൽ നിന്നൊക്കെ പിന്മാറിയ സ്ഥിതിക്ക് അമേരിക്ക ഇപ്പോൾ UN ഫണ്ടൊന്നും കൊടുക്കുന്നില്ല പഴയതുപോലെ. അവർ ഇപ്പോൾ ഫണ്ട് ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് സൊമാലിയയിൽ നിന്നും UN ട്രൂപ്പിനെ വിഡ്രോ ചെയ്യുക എന്നുള്ള ഒരു അനൗൺസ്മെന്റ് ആണ് യുണൈറ്റഡ് നേഷൻസ് നടത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് പിൻവലിച്ചു കഴിഞ്ഞാൽ അവിടെ സൊമാലിയ എന്തായി തീരും എന്നുള്ളത് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എഡ്വേർഡ് പ്രിൻസ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ പറഞ്ഞിരിക്കുന്നത്, ഒരു അനലിസ്റ്റും കൂടിയാണ്. പുള്ളി പറഞ്ഞു വെക്കുന്നത് യൂറോപ്പോ അല്ലെങ്കിൽ ജപ്പാനോ അല്ല ഇന്ത്യക്ക് താരിഫ് ഇട്ടത് വളരെ മോശപ്പെട്ട പ്രവൃത്തിയാണ് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന ബാക്ക് ഫയർ ചെറുതല്ല. അമേരിക്കയുടെ ഉള്ളിൽ 3 ടീമുകളാണ് ഏറ്റവും കൂടുതൽ ട്രംപിനെ പിന്തുണച്ചിരുന്നത്. അതിലൊന്ന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇന്ത്യൻ ഡയസ്പൊറ ആയിരുന്നു. ആ ഇന്ത്യൻ ഡയസ്പൊറയുടെ വോട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ട്രംപ് ഈ പ്രസിഡന്റായിട്ട് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടാവില്ല എന്നാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. ഈ രീതിയിൽ പലരും അമേരിക്കയുടെ ഉള്ളിൽ നിന്ന് സ്റ്റേറ്റ്മെന്റുകൾ ട്രംപ് അഡ്മിനെതിരെ പറയുന്നു. നമ്മൾ വീണ്ടും ഈ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നോക്കി കഴിഞ്ഞാൽ ഏതാണ്ട് 500ഓളം ഡ്രോണുകളാണ് കീവിലേക്ക് റഷ്യൻ സൈഡിൽ നിന്ന് വന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു ദിവസത്തിന് മുമ്പ് സെക്കൻഡ് ലാസ്റ്റ് നൈറ്റിന് നടത്തിയ ആക്രമണമാണ്. ശരിക്കും പുടിൻ ചൈനയിലുണ്ടായിരുന്ന സമയത്താണ് ഏതാണ്ട് 500ലധികം ഡ്രോണുകൾ കീവ് നഗരത്തെ ലക്ഷ്യമാക്കി വന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിൽ എപ്പോഴത്തെയും പോലെ സെലൻസ്കി പറഞ്ഞിരിക്കുന്നത് കുറേയൊക്കെ ഞങ്ങൾ ഇന്റർസെപ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാശനഷ്ടങ്ങളുടെ കണക്കൊന്നും പുറത്തു വിട്ടിട്ടില്ല. അത് എപ്പോഴത്തെയും പോലെ തന്നെയാണ്. ഉക്രൈൻ്റെ ഉള്ളിലുള്ള നാശനഷ്ടങ്ങളൊന്നും പുറത്തു വരാറില്ല. പിന്നെ ഏറ്റവും കൂടുതൽ അമേരിക്കയുടെ ഉള്ളിൽ ഇപ്പം ചർച്ചയാകുന്ന വിഷയം ഈ കഴിഞ്ഞുപോയ SCO സബ്മിറ്റ് എന്ന് പറയുന്നത് ഒരു സ്മോളർ വേർഷൻ ഓഫ് ബ്രിക്സ് ആണ്. ഇനി ബ്രിക്സ് ഇന്ത്യയിലാണ് നടക്കാൻ പോകുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്യൂലിംഗ് എനർജി കൊടുക്കും. എന്താണ് ഈ ഒരു SCO സബ്മിറ്റ്? അതിലുപരിയായിട്ട് ഏറ്റവും ടോപ്പായിട്ട് ട്രംപ് ഈ 2 സംഘടനകളെയും SCO സബ്മിറ്റിനെയും ബ്രിക്സിനെയും നല്ല രീതിയിൽ പരിപോഷിപ്പിച്ചിട്ടുണ്ട്. അതിലുള്ള എല്ലാ പ്രവൃത്തികളും ട്രംപ് ശരിക്കും പറഞ്ഞാൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നല്ല, ശരിക്കും അമേരിക്കയെ നശിപ്പിക്കാൻ വന്ന പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ് എന്നാണ് ഇപ്പോൾ പൊതുവിൽ അവിടെ ചർച്ചയാകുന്നത്. ഒരു റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട്, കാരണം ഏറ്റവും കൂടുതൽ അമേരിക്കയുടെ ഉള്ളിലാണല്ലോ ആൾക്കാർ ഈ താരിഫ് പേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഒരു 80% മാധ്യമങ്ങളെല്ലാം തന്നെ ഈ റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷനെതിരെ ഈ ഇന്ത്യക്കെതിരെ എടുത്ത താരിഫ് നിലപാടിനെ ചൊല്ലി വളരെയധികം ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ 1-2 മാധ്യമങ്ങളൊക്കെ ഈ SCO ഷാങ്ഹായ് സബ്മിറ്റിൽ നടന്ന ഈ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചുകൊണ്ട് പ്രൈം മിനിസ്റ്റർ മോദി ഇന്ത്യ ഒരു കോർണറിലും മറ്റേ കോർണറിൽ പാകിസ്ഥാനും, അപ്പോൾ അതായത് ഇന്ത്യയെ സൈഡ് ലൈൻ ചെയ്തു എന്നുള്ള നിലയിലൊക്കെ പ്രൊപ്പഗണ്ട ന്യൂസൊക്കെ അടിച്ചിറക്കുന്നുണ്ട്. പക്ഷേ അതിലൊരു കാര്യം മനസ്സിലാക്കണം, ഇത് പ്രോട്ടോക്കോളാണ്. ഈ ഫോട്ടോ കൃത്യമായിട്ട് പ്രോട്ടോക്കോൾ അനുസരിച്ച് ആരൊക്കെ എപ്പോഴൊക്കെ ഷാങ്ഹായിൽ ചേർന്നു എന്നുള്ളതിനനുസരിച്ച് ഷാങ്ഹായ് കോർപ്പറേഷനിൽ എങ്ങനെയാണ് മെമ്പർ ആയത്, അതിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ ഡ്യൂറേഷൻ വെച്ചിട്ടാണ് ഓരോരുത്തർക്കും ഓരോ പൊസിഷൻ പ്രോട്ടോക്കോൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ശരിക്കും ചൈനയും റഷ്യയുമാണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സ്, ഇത് തുടക്കം കുറിച്ചത് ഈ ഷാങ്ഹായ് കോർപ്പറേഷന്. ബാക്കിയെല്ലാം തന്നെ ജോയിൻ ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഓരോ കാലഘട്ടങ്ങളിലും ജോയിൻ ചെയ്ത ആൾക്കാരുടെ സീനിയോറിറ്റി അനുസരിച്ചാണ് ഓരോ രാജ്യങ്ങൾക്ക് പ്രോട്ടോകോൾ കൊടുത്തിരിക്കുന്നത്. അതനുസരിച്ചാണ് ഇത്രയും വലിയൊരു ഫോട്ടോഷൂട്ട് അവിടെ നടന്നത്. ആ ഫോട്ടോ എടുത്ത് വെച്ചുകൊണ്ടാണ് പാകിസ്ഥാനെ പോലെ തന്നെ ഇന്ത്യയും സൈഡ് ലൈൻ ചെയ്തു എന്നുള്ള രീതിയിലുള്ള റോങ് പ്രൊപ്പഗൻഡ നറേറ്റീവ്സ് ഒക്കെ സൃഷ്ടിക്കപ്പെടുന്നത്. പക്ഷേ അതല്ല ഫാക്ട്, അത് പ്രോട്ടോകോളാണ്. പിന്നെ ഇന്ത്യ എന്തായിരുന്നു എന്നുള്ളത് 2 ദിവസം കൊണ്ട് ഇന്ത്യ ഒരു കോളിളക്കം സൃഷ്ടിച്ചിട്ടാണ് ഈ ഒരു SCO സമ്മിറ്റ് ഇത്രമാത്രം പോപ്പുലർ ആയത്. അത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും. ഇതിനു മുമ്പ് അവിടെ SCO സബ്മിറ്റുകൾ നടന്നുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. പക്ഷേ ഇതേപോലെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടോ ആഗോളതലത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.